അവൻ്റെ തന്നെ ചോദിച്ചു, അവൻ നല്ലോണം പറഞ്ഞിരുന്നു. നിങ്ങൾ സ്ഥിരം വേട്ടമൃഗമല്ലേ, അവനെടുത്തു. വേറെയും കുറെ മോശം പടങ്ങൾ ഈ സമയത്ത് പോടുന്നുണ്ട്. അതിന് വരുന്ന പകുതി ആൾക്കാർ കയറിയാൽ മതി. ടി വിയിൽ കുറെ വട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പൊ തിയേറ്ററിൽ കാണുമ്പോൾ അച്ഛൻ്റെ കൂടെ കാണുമ്പോൾ നല്ല ഇല്ല, ആ ഫീലിംഗ് ഇതിൽ പറഞ്ഞില്ല. കാരണം ചില സീനുകൾ കാണാൻ പറ്റണില്ല, ഒരുമാതിരി ഇരുണ്ട് കിടക്കും. അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി മരിച്ച സീൻ വരുമ്പോൾ നോർത്ത് ഓഫ് കേരളയിൽ സ്ക്രീൻസ് ഒക്കെ കത്തിച്ചെന്നുള്ള കാര്യം. ആൻഡ് മറക്കരുത്, ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ. റിയലിസ്റ്റ് സൗണ്ട് സിസ്റ്റം വെരി വേസ്റ്റ്. ഫോർക്ക് എക്സ്പീരിയൻസ് ഇല്ല, കാണാൻ കൊള്ളില്ല. നന്നായിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് കുറച്ചും കൂടി നോക്കിയാൽ കൊള്ളായിരുന്നു. ആക്ച്വലി കൊള്ളാം, എക്സ്പീരിയൻസ് കൊള്ളാം. വന്ന് നോക്കൂ. ടി വിയിൽ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പം അച്ഛൻ്റെ കൂടെ കാണുമ്പോൾ നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ്സ് ബിഗ് ഫാൻ. അവൻ്റെ തന്നെ ചോദിച്ചു, അവൻ നല്ലോണം പറഞ്ഞിരുന്നു. നിങ്ങൾ സ്ഥിരം വേട്ടമൃഗമല്ലേ, അവനെടുത്തു. പണ്ട് കണ്ട അതേ ഫീൽ തന്നെ ഉണ്ടായിരുന്നു. 7 മിനിറ്റ് അടുപ്പിച്ച് എന്തോ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് മെയിൻ സീക്വൻസ് കട്ട് ചെയ്ത പോലെ തോന്നി. പക്ഷേ കൊള്ളാം. ടി വിയിൽ കണ്ടിട്ടുണ്ട്, OTT ഡൗൺലോഡ് ചെയ്തും കണ്ടിട്ടുണ്ട്. OTT അല്ല, ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ വരുമ്പം ലൈക്ക് ആ ഒരു വലിയ സ്ക്രീൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ക്വാളിറ്റി ഇടയ്ക്ക് കൂടി ഇടയ്ക്ക് ബ്രേക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 37 വർഷം മുമ്പുള്ള മൂവി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ആക്ച്വലി. ഒരുപാട് ഇതുപോലെ റീ റിലീസിൽ കാത്തിരിക്കുന്ന മൂവീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു മൂവിയായിരുന്നു തലപതി. പെട്ടെന്ന് ലൈക്ക് വേണ്ടത്ര റീച്ച് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. മെനിയാന്നെന്തോ ആണ് ഇതുപോലും വന്ന OTT ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിലും അധികമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. നോർമലി ഇറങ്ങുന്ന ഒരു റീ റിലീസ് മൂവിയുടെ അത്ര ഹൈപ്പും കിട്ടിയിട്ടില്ല. ആൾക്കാർ കുറവായിരുന്നു. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കാൻ നോക്കുക. ആ ഒരു ഫീല് കിട്ടും. ആ ഒരു ഇളയരാജയുടെ ആ ഒരു പഴയ മ്യൂസിക്കിൻ്റെ ആ ഒരു ഫീലും ആ ചിന്നത്തായവളൊക്കെ തിയേറ്ററിൽ കേൾക്കാൻ നേരത്തുള്ളൊരു ഫീൽ വേറെ ആയിരുന്നു. തിയേറ്ററിൽ ആ ഒരു ഇമ്പാക്റ്റ് ഇല്ല, സത്യമാണ്. കാര്യം വേറൊരു റീ റിലീസ് മൂവി കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഇതിന് കിട്ടിയില്ല എന്നതിന് പേഴ്സണലി ഭയങ്കരമായിട്ട് തോന്നിയായിരുന്നു. മണിരത്നം എന്നുള്ള പേരും പ്രത്യേകിച്ച് ട്രിവാൻഡ്രംകാരനായ സന്തോഷ് ശിവൻ, ആ ഒരു പേര് തിയേറ്ററിൽ കാണാൻ തന്നെ ഒരു വേറെ ഫീലാണ്. അന്ന് ആൾക്കാർ കണ്ട പോലെയല്ല ഇപ്പം നമുക്ക് കിട്ടുന്ന. പുള്ളിക്ക് ഇപ്പോൾ റയറായിട്ട് മാത്രം മൂവി ചെയ്യുന്ന ഒരാളാണ്. അതൊരു ഫീലായിട്ട് കണ്ടിരിക്കുക. വേറെയും കുറേ മോശം പടങ്ങൾ ഈ സമയത്ത് പോടുന്നുണ്ട്. അതിന് വരുന്ന പകുതി ആൾക്കാർ കയറിയാൽ മതി. പടം ഓക്കെയാണ്, പക്ഷേ ക്ലാരിറ്റി ഇല്ല. 4K ഇല്ല, പടത്തിൽ ഒട്ടുമില്ല. പടം എപ്പോഴും ഇരുണ്ട് കിടക്കണ പോലെ. പഴയത് കാണുമ്പോൾ നമുക്ക് ത്രില്ലിങ് അല്ലേ, ഇതിൽ അതില്ല. സ്ക്രീനിൽ ക്ലാരിറ്റി ഇല്ല. പഴയ പടം ഞാൻ ഒരുപാട് തവണ കണ്ട്. ഇതിൽ കണ്ടിട്ട് പടം ഓക്കെയാണ്, ഇല്ല അതൊന്നുമില്ല. പടത്തിൽ ഒരുപാട് സീൻ ഇരുണ്ട് പറഞ്ഞുണ്ട്. ഇപ്പം എൻ്റെ 7-8 വയസ്സിൽ ഇവിടെ തന്നെ കണ്ടത് അഞ്ജലിയിൽ തലവതി. എന്നാൽ അടിപൊളിയായിരുന്നില്ലേ. പഴയതിൻ്റെ അത്ര പോലും ഇതിലില്ല, ഇരുണ്ട് കിടക്കും. അത് മാറ്റിയ അടിപൊളിയാണ്. ഇല്ല, ആ ഫീലിംഗ് ഇതിൽ പറഞ്ഞില്ല. കാരണം ചില സീനുകൾ കാണാൻ പറ്റണില്ല, ഒരുമാതിരി ഇരുണ്ട് കിടക്കും. അല്ലാതെ പടം ഓക്കെ. 6 വയസ്സായിരുന്നപ്പോൾ ഇതേ തിയേറ്റർ അന്ന് ഏരീസ് അല്ലായിരുന്നു, SL തിയേറ്റർ ആയിരുന്നു. ഹൗസ് ഫുള്ളായതുകൊണ്ട് സ്റ്റീൽ കസേരയിലിരുന്ന് അച്ഛനമ്മയോട് ഇരുന്ന് കണ്ട സിനിമയാണ്. അന്ന് ഒരു ഹാർഡ് കോർ മമ്മൂട്ടി ഫാനായിരുന്നു. മമ്മൂട്ടി മരിച്ചപ്പോൾ എനിക്ക് അന്ന് ആ ഒരു 6 വയസ്സ് 7 വയസ്സ് കാരണം ബിലീവ് ചെയ്യാൻ പറ്റിയില്ല മമ്മൂട്ടി മരിക്കുന്നുള്ള ഒരു സീൻ. ആ ഒരു മെമ്മറീസൊക്കെ ഉണ്ട്. പാട്ടുണ്ട്. രജനീകാന്ത് ഫാൻ അല്ലായിരുന്നു ഞാൻ. അന്ന് ഞാനൊരു ഹാർഡ് കോർ കമൽഹാസൻ ഫാനായിരുന്നു. ഈ സിനിമ കണ്ടിട്ടാണ് എനിക്ക് രജനീകാന്തിനോട് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി മരിച്ച സീൻ വരുമ്പോൾ നോർത്ത് ഓഫ് കേരളയിൽ സ്ക്രീൻസ് ഒക്കെ കത്തിച്ചെന്നുള്ള കാര്യം. അത് എത്രത്തോളം ട്രൂ ആണോ അല്ലേ എന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഒരു 6 വയസ്സ് 7 വയസ്സുകാരന് അന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുതിർന്നതായ അന്നത്തെ ഫാൻസിനൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്ത് കാണാൻ പറ്റില്ലായിരുന്നതാണ്. പക്ഷേ ദാറ്റ് വാസ് വളരെ ഡിസാർട്ടനിങ് ആയിട്ടുള്ള കാര്യമാണ്. മണിരത്നം ആസ് എ ഡയറക്ടർ. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട സന്തോഷ് ശിവൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. ജാപ്പനീസ് എഫക്റ്റ് ഉണ്ട് ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി. ആ കുറുസോവയുടെ ആ ടങ്സ്റ്റൺ ഗ്രേഡിങ്ങും മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പം ആവശ്യമില്ലാത്ത സൗണ്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഡിസപ്പോയിൻറ്റിങ് എന്താണെന്ന് വെച്ചാൽ ഇത് 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് വന്ന് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് 4Kയിൽ കാണാമെന്ന് വെച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫിലുള്ള എഡിറ്റ്സും റീമാസ്റ്ററിംഗ് ഒക്കെ ഭയങ്കര മോശമായി പോയി. സെക്കൻഡ് ഹാഫ് വന്നപ്പം വളരെ നല്ലതായിരുന്നു. അത് എന്തുകൊണ്ടത് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ആവശ്യമില്ലാത്ത പഴയതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് പഴയ സിനിമകളുടെ ഭാഗങ്ങളൊക്കെ കയറി വന്നു. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ ടൈംലെസ് ക്ലാസിക്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു എന്താ പറയുന്നത് റൈറ്റ് പോലും എനിക്കില്ല. എന്നാലും ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ഈ സിനിമ നേരത്തെ ഒരൊറ്റ പ്രാവശ്യം കണ്ടുള്ളൂ. ഇപ്പോഴും ആ വിഷ്വൽസൊക്കെ ഇപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള മൂവി ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് സിനിമയുടെ ഇതുണ്ട്. പിന്നെ മണിരത്നത്തിൻ്റെ പോളിറ്റിക്സിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റിൻ്റെ ഇതായിരുന്നാലും മഹാഭാരതത്തിൻ്റെ കാര്യങ്ങൾ ട്വിസ്റ്റും ടേൺ ചെയ്തൊക്കെ വെക്കുന്നത് അന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് കണ്ടപ്പോൾ കൂടുതലത് മനസ്സിലാക്കാൻ പറ്റി. ഒബ്വിയസ്ലി ദളപതി രജനീകാന്തിൻ്റെ റോള് കർണൻ്റെ റോളാണെന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അരുൺ സ്വാമി അർജുൻ തന്നെയാണ്. മഹാഭാരതത്തിൽ നിന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ട്വിസ്റ്റ് ടേൺ ചെയ്ത് ഇപ്പോഴും തിങ് ഇസ് ദറ്റ് ഇപ്പോൾ പൊന്നിയൻ സെൽവനിൽ വന്ന് നിൽക്കുമ്പോൾ പോലും മണിരത്നം ആ ഒരു വൈഷ്ണവ സമ്പ്രദായത്തിനെ വിട്ടിട്ടില്ല. ഇപ്പോഴും കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈവൻ ഇപ്പോൾ കൽക്കിൽ നോക്കുമ്പോൾ തന്നെ കർണനെയാണ് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അന്ന് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് എ ടൈംലെസ് ക്ലാസിക്. മൂവി വാസ് എക്സലൻറ്റ്.
ഇപ്പോഴും ഫോൺ മെമ്മറീസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെയാണ് 4K കറക്റ്റ് ഇത് കിട്ടും. റീമാസ്റ്ററിങ് ഷുഡ് ഹാവ് ബീൻ ബെറ്റർ. ആൻഡ് മറക്കരുത്, ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. സോ യാ.